സാർ, കൃഷി മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ഹൃദയം പിടിപ്പും ഞങ്ങളുടെ പ്രയാസവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അതിനോടൊപ്പം ചിഞ്ചു റാണി മാഡം ഞങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു മന്ത്രിയുമാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏറെ സന്തോഷത്തോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ഇതാണ് സാർ, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ ശാക്തീകരണത്തിനായി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കാർഷിക സംസ്കാരം ഉണർത്തുന്നതിന്, അതും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി രണ്ടാം 100 ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഇതിൻ്റെ ഭാഗമായി വാർഡ് തലത്തിൽ കൃഷിക്കൂട്ടങ്ങൾ എന്ന കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കുകയുണ്ടായി. ഇപ്രകാരം ഉൽപ്പാദന മേഖലയിൽ 19,537 എണ്ണവും സേവന മേഖലയിൽ 1,328 എണ്ണവും മൂല്യവർധന വിപണന മേഖലയിൽ 2,380 എണ്ണവും ചേർത്ത് ആകെ 23,245 കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കൃഷിക്കൂട്ടങ്ങളുടെ യോഗങ്ങൾ ചിട്ടയായും ക്രമമായും സംഘടിപ്പിക്കുകയും വാർഡ് തല ഉൽപ്പാദന വിള നിർണയ പ്ലാനുകൾ തയ്യാറാക്കി അതുവഴി ഓരോ കൃഷിക്കൂട്ടത്തിനും നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൃഷിക്കൂട്ടങ്ങളെ അവയുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുകയും മികവുറ്റവയെ ഉൾപ്പെടുത്തി കർഷക ഉൽപ്പാദക സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 100 കർഷക ഉൽപ്പാദക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മൂല്യവർധന മേഖലയിൽ 1000 കൃഷിക്കൂട്ടങ്ങളെയും സേവന മേഖലയിൽ 200 കൃഷിക്കൂട്ടങ്ങളെയും തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള വെർച്വൽ ക്യാപിറ്റൽ അസിസ്റ്റൻ്റ് ഫണ്ടായി 50,000 രൂപ നൽകുകയും ചെയ്യുന്നു. ഇവർക്ക് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിന് സഹായകരമായി സൗജന്യ DPR ക്ലിനിക്കുകൾ നടത്തിവരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 200 സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾക്ക് കാംകോ കമ്പനിയുടെ സഹകരണത്തോടെ സ്മാം പദ്ധതിയുമായി സംയോജിപ്പിച്ച് സൗജന്യ യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. ഇതിനായി 1 കോടി രൂപ അനുവദിച്ചു. തിരഞ്ഞെടുത്ത സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾ അത് മുഖേന കാർഷിക യന്ത്രോപകരണങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് ലഭ്യമാക്കുന്ന കൃഷിശ്രീ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനും നിലവിൽ പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം കൃഷിക്കൂട്ടങ്ങളുടെ 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, കാലാവസ്ഥയെ അതിജീവിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രത്യേകത എന്തെല്ലാമാണ്? ഏതൊക്കെ വിളകൾക്കാണ് ഇതിൽ ധനസഹായം നൽകുന്നത്? എത്ര കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്? എന്തെല്ലാം പ്രത്യേകതകളാണ് കുട്ടനാട്ടുകാരായ ഞങ്ങൾക്ക് ഇതിൽ കൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? സർ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന സഹായത്തോടെ 2023 ഖാരിഫ് സീസൺ മുതൽ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് എല്ലാ ജില്ലകളിലും. ഈ പദ്ധതി പ്രകാരം വിളനാശം ഉണ്ടായില്ലെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളകൾക്കുണ്ടാകുന്ന ഉൽപ്പാദനക്കുറവിന് ആനുപാതികപരമായി നഷ്ടപരിഹാരം നൽകുന്നു. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 27 വിളകളെയും കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഈ പദ്ധതി പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള കാലാവസ്ഥാ നിലയങ്ങളിൽ അതിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള ടേം ഷീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അർഹമായ തുക കർഷകർക്ക് നൽകുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് അടയ്ക്കേണ്ട പ്രീമിയം തുകയ്ക്കുപരിയായിട്ടുള്ള തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി വഹിക്കുകയാണ്. നിലവിൽ 1.25 ലക്ഷത്തിൽ പരം കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. സാർ, കേരളത്തിൽ കാർഷിക മേഖലയ്ക്ക് വലിയ വളർച്ചയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ഇപ്പോൾ പുതുതായി രൂപീകരിച്ച കേരള ആഗ്രോ ബിസിനസ് കാപ്കോ, ആ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, കൃഷിയെ കാർഷിക ബിസിനസ്സാക്കി മാറ്റുന്നതിനും മൂല്യവർധന പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സിയാൽ മാതൃകയിലുള്ള കമ്പനിയാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി ഓർ കാംകോ. രൂപീകരണത്തിലൂടെ സർക്കാർ കർഷകർക്ക് നൽകിയ ഒരു ഉറപ്പ് പാലിക്കുകയാണ്.
അഗ്രോ പാർക്കുകൾ, അഗ്രോ ബസാറുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ, നാണ്യവിളകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ വികസനം തുടങ്ങിയവയാണ് കാപ്കോയിലൂടെ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ദേശീയ അന്തർദേശീയ കയറ്റുമതി വിപണന പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ കർഷകരെ പ്രാപ്തമാക്കുന്നതിന് സാധ്യമാകും. 3 നഗര കാർഷിക മൊത്ത വ്യാപാര വിപണികൾ, 3 ഗ്രാമീണ കാർഷിക മൊത്ത വ്യാപാര വിപണികൾ, കണ്ണാറ, കൂത്താളി അഗ്രോ പാർക്കുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്, ശ്രീ മാത്യു ടി തോമസ്. സാർ, ഈ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കേര എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നതായി സാർ, ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമായി തുടങ്ങിയോ? ആ പദ്ധതിയുടെ വിശദാംശം എന്തെന്ന് വെളിപ്പെടുത്തുമോ? യെസ് മിനിസ്റ്റർ. കേര പദ്ധതിയുടെ നേട്ടങ്ങൾ ലഭിക്കാൻ തുടങ്ങിയോന്ന്? സർ, കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കേര എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം, പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുടെ ആഘാതങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേര. കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. ചെറുകിട കർഷകർക്കും കാർഷികാധിഷ്ഠിത MSMEകൾക്കും ഭക്ഷ്യമേഖലയിലെ വാണിജ്യവൽക്കരണം, കാർഷിക വിതരണ ശൃംഖലകളുടെ നവീകരണം, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതികൾ എന്നിവ അവലംബിച്ച് കൃഷിയിലും അനുബന്ധ മേഖലകളിലും നിക്ഷേപം നടത്തി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഊർജിതപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 5 വർഷമായി 2375 കോടി രൂപ ചെലവിൽ 2024 മുതൽ 5 വർഷം കൊണ്ട് കേര പദ്ധതി നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല. സർ, കേരളത്തിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ഒരു സന്ദർഭമാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം അമ്പലപ്പുഴയിലും തകഴിയിലും 2 കർഷകരാണ് സാർ ആത്മഹത്യ ചെയ്തത്. സാർ, എടുക്കുന്ന നെല്ലിൻ്റെ വില മാസങ്ങൾ കഴിഞ്ഞാലും കിട്ടാത്ത അവസ്ഥ. തന്നെയുമല്ല, നെല്ലെടുക്കും, ഞാൻ അപ്പുറക്കുട്ടനാട്ടിലെ MLA കൂടിയാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലെടുക്കാൻ സ്വകാര്യ മില്ലുകൾ വലിയ തോതിലുള്ള പിടിവാശി കാണിക്കുകയാണ്. നെല്ലിൻ്റെ തൂക്കം കുറയ്ക്കണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എടുത്ത നെല്ലിന് സമയബന്ധിതമായി പണം കിട്ടാതിരിക്കുകയും മാത്രമല്ല, PRS വായ്പ കാരണം മറ്റൊരു വായ്പയും കർഷകന് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ PRS വായ്പ ഒഴിവാക്കി എടുക്കുന്ന നെല്ലിന് ഒരാഴ്ചക്കകം തന്നെ പണം കൊടുക്കാൻ നടപടി സ്വീകരിക്കുമോ? അതുപോലെ തന്നെ സാർ, ഇന്നലെ ഒരു കർഷകൻ എന്നെ രാമങ്കരിയിൽ നിന്ന് വിളിച്ചു. പമ്പിംഗ് സബ്സിഡി എത്രയോ ദിവസങ്ങളായി മന്ത്രി പറയുകയാണ് പമ്പിംഗ് സബ്സിഡി കൊടുക്കും, പണം അനുവദിച്ചു. സാർ, മാസങ്ങളായി പമ്പിംഗ് സബ്സിഡി കിട്ടാതെ കർഷകർ വലയുകയാണ്. ഈ കാര്യത്തിൽ അടിയന്തര നടപടി കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർക്ക് പമ്പിംഗ് സബ്സിഡി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, നെല്ലിൻ്റെയൊക്കെ പ്രശ്നം നമ്മൾ നിരവധി പ്രാവശ്യം നിയമസഭകളിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്ത കർഷകരെന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള നയസമീപനങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പരിശോധിച്ച് ഇതിനൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശ്രീ KD പ്രസേനൻ. സാർ, ഇവിടെ കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ വില സമയബന്ധിതമായി തരാത്തതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ കടം വാങ്ങിച്ചിട്ടാണ് നെല്ല് വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ദേശീയ ബാങ്കുകളെ ഏൽപ്പിക്കുന്ന പണം സമയബന്ധിതമായി ദേശീയ ബാങ്കുകൾ കർഷകരുടെ കയ്യിൽ എത്തിക്കുന്നില്ല. അതിനവർ ജീവനക്കാരില്ല, ബ്രാഞ്ചില്ല എന്ന കാരണമൊക്കെ പറയാം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി കൃഷി വകുപ്പ് മുൻകൈയെടുത്ത് പരിഹരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. സാർ, രാജ്യത്ത് നെൽകർഷകർക്ക് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം ഈ കേരളമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഡീഷണലായിട്ട് പണം ഈ കേരള സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു എന്നതാണ്. അത് സബ്സിഡി ഇനത്തിലാണ്. എന്നാൽ പ്രസ്തുത സബ്സിഡി 5 ഏക്കറിലധികം നെൽകൃഷി നടത്തുന്നവർക്ക് ഇപ്പം നൽകുന്നില്ല. എന്നാൽ നാളികേര സംഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 5 ഏക്കർ എന്ന പരിധി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നെൽകർഷകരുടെ ഈ പരിധി മാറ്റിയിട്ടില്ല. ഇതുമൂലം സംഭവിക്കുന്നത് തരിശുഭൂമി ഉൾപ്പെടെ നെൽകൃഷി നടത്താൻ തയ്യാറായി വന്ന കർഷകർക്കും പാട്ട കൃഷി എടുത്ത് നെൽകൃഷി നടത്തുന്ന കുടുംബശ്രീ സംവിധാനങ്ങൾക്കും ഉൾപ്പെടെ ഈ സബ്സിഡി നിഷേധിക്കപ്പെടുക. ഈ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ ഗവൺമെൻറ് ഇടപെടുമോ? ഞാൻ നെല്ലിൻ്റെ വിലയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ നെല്ലിന് വില കൊടുക്കുന്നതെന്നുള്ളത് അദ്ദേഹം തന്നെ
ഇപ്പോൾ പറഞ്ഞ ഒരവസ്ഥയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനം നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്നുള്ള അത് നിരന്തരമായിട്ട് നമ്മുടെ നിയമസഭ PRS വായ്പയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതൊക്കെ പരിഹരിക്കുവാനുള്ള സംവിധാനം ആലോചിക്കാം. അതുപോലെ സിവിൽ സപ്ലൈസും കാർഷിക മേഖലയും സംയുക്തമായി ഇരുന്നു കൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഒക്കെ നമുക്കത് പരിശോധിച്ച് നടപടിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. ഒരു വർഷം നീണ്ടു നിന്ന കർഷക പ്രക്ഷോഭം 2 വർഷം മുമ്പ് അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല. പരോക്ഷമായി നമ്മുടെ സംസ്ഥാന സർക്കാരും അതേ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന നാളികേര സംഭരണ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും നാളികേരത്തിൻ്റെ സംഭരണ വില 34 രൂപയായി ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതാ മറ്റൊരു ബജറ്റ് വരാനിരിക്കുന്നതിന്റെ തലേന്ന് പോലും അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കർഷകർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളെങ്കിലും പുനഃസ്ഥാപിച്ചു തരാൻ സന്നദ്ധമാകുമോ എന്നാണ് എനിക്കറിയേണ്ടത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. കേന്ദ്ര ഗവൺമെൻറ് കർഷക വിരുദ്ധ നയ സമീപനങ്ങളാണ് പലപ്പോഴും കേരളത്തിനോട് എടുക്കുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതിനുള്ള ശക്തമായ നിലയിലുള്ള സമര പരിപാടികൾ നമ്മുടെ ഞങ്ങൾക്ക് UDF-ഉം കൂടെ ഒരുമിച്ചിരുന്നാൽ ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.